ഗൈസ്, ഇറ്റ്സ് മീ റൈഡർ സൽമാൻ. ഇത്രത്തോളം ദേഷ്യം വേണ്ടല്ലേ? ഇപ്പോൾ പയ്യെ സംസാരിക്കണം. വായിലിരിക്കുന്ന ബബിൾ കോണം കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മാക്കിൻ്റെ 2 മൈക്ക് മേടിച്ചായിരുന്നു, വയർലെസ്. സാധനം കൊള്ളാം. പിന്നെ യൂട്യൂബ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഡേ ലൈഫ് മൂമെൻറ്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരാം. കഴിഞ്ഞ 3 വർഷം ഏകദേശം 3 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഒരു സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ സ്കിൽസ് ഉപയോഗിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യാതൊരു സ്കിൽസും ഇല്ലായിരുന്ന ഞാൻ ഇന്ന് പകുതി എങ്ങനെ സ്കില്ല് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നതും ഇതുപോലെ ഒന്ന് കാര്യമായിട്ട് പറയുന്നത്. എന്തെങ്കിലും പറയണമെങ്കിൽ അതിനും വേണം ഒരു സ്കില്ല്, അല്ലേ? യെസ്, ഇങ്ങനെ സ്കില്ലുണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരോട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അറിഞ്ഞൂടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മൈൻഡ് മാത്രം മതി, അത് ആഗ്രഹിക്കണം. ഒന്നും അറിഞ്ഞൂടായിരുന്നു ഞാൻ ഇന്ന് കുറച്ചെങ്ങനെ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി, ദിസ് വേർഡ് കൺസിസ്റ്റൻസി, കീപ് കൺസിസ്റ്റൻസി, ദാറ്റ്സ്. പിന്നെ ഹാർഡ് വർക്കും പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള സ്മാർട്ട് വർക്കും കൂടെ കയറാനാണ് ഇത് രണ്ടും നടക്കുന്നത്. എന്നാലും ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ട് 1, 2, 3 വർഷം കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാൻ പറ്റുക പാട് എനിക്കറിയാം. 50 കിടന്ന് ഞാൻ 535 കൊണ്ട് എത്തിക്കണമെങ്കിൽ അത്രയും ഹാർഡായിട്ടാണ് യൂട്യൂബ്. എനിക്ക് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്കിൽസും കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് പകുതിയോളം ഡാൻസും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പറയും ആദ്യം ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ ഡാൻസ് പോയി പഠിച്ചിട്ട് വന്ന് കളിയിടാം. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, ഈ പഠിച്ചവരാരും ഒന്നുമല്ല ഇന്ന് സിനിമയിൽ ഇന്ന് ഡാൻസ് കളിക്കുന്ന ആരും. അവർക്ക് ജസ്റ്റ് ആ ടൈമിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളും ലേൺ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവരാരും ഡാൻസ് കളിച്ച് പഠിച്ചിട്ടല്ല സിനിമയിലോട്ട് വന്നത്. ഡാൻസേഴ്സ് എന്ന് പറഞ്ഞ് ഡാൻസ് പഠിച്ചവരാരും ഡാൻസേഴ്സും അല്ല. അതിനോടൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിനോടൊരു പാഷനുള്ളവരാണ് ഡാൻസ് മേഖലയിൽ. ഇപ്പം ആക്ടിങ് ആയിക്കോട്ടെ, എനിക്ക് നല്ല ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു പണ്ട് തൊട്ടേ. ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു ആക്ടറായാൽ കൊള്ളാമെന്നുമുണ്ട്. ബട്ട് ഇറ്റ്സ് ടു ഹാർഡ്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ പറ്റാത്തതൊന്നുമില്ല. ഒരു സിനിമയിൽ ചാൻസ് കിട്ടി അഭിനയിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കളയത്, ദിസ് ഈസ് നോട്ട് മൈ മോട്ടിവേഷൻ. നമ്മൾ ഒരു സ്ഥലത്ത് ഫെയിലായി കഴിഞ്ഞാൽ അതവിടെ ഇട്ടിട്ടൊന്നും പോയി കളയരുത്. ട്രൈ. പ്ലാൻ എ പൊളിഞ്ഞാൽ പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ ബി പൊളിഞ്ഞാൽ പ്ലാൻ സി ഉണ്ട്, പ്ലാൻ സിയും പൊളിഞ്ഞാൽ പ്ലാൻ ഡി ഉണ്ട്. അങ്ങനെ ഒറ്റ പ്ലാനിൽ ഒരുപാട് പ്ലാനുകൾ വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകേഷ് കനകരാജ്. അയാൾ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അതായത് പണ്ടോട്ടേ സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ സിനിമ ഡയറക്ടറാവണം, സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾ BBA കംപ്ലീറ്റ് ചെയ്തെടുത്ത് ബാങ്കിൽ 5 കൊല്ലം ചെക്ക് ലീഫുകൾ എണ്ണി കളഞ്ഞ സമയം കൊണ്ട് അയാൾ ആ ജോലി മതിയാക്കി സിനിമയിലോട്ട് വന്ന ആളാണ് ലോകേഷ്. പിന്നീട് അങ്ങർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ നിമിഷം, ഒരൊറ്റ തീരുമാനമാണ്. ലൈഫ് എങ്ങനെ വേണമെങ്കിലും മാറി പറയാം. ഞാനിപ്പോഴും പറയാം, പീസ് ഓഫ് പേപ്പർ കനോട്ട് ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ. അത് സത്യമാണ്. പിന്നെ ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് പണ്ടോട്ടേ ഉള്ള ആഗ്രഹമാണ്. ട്രാവൽ ചെയ്യണം. യൂറോപ്പാണ് എൻ്റെ സ്വപ്നം. കാരണം ഞാൻ ജനിച്ചത് നാട്ടിലാണ്, വളർന്നതും ഫാമിലി ആയിട്ടൊക്കെ ഉള്ളത് ദുബായിലായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, ദുബായ് ഷാർജ അൽനഹദയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, അവിടുത്തെ ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നു.
സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെമ്മറി. നിങ്ങളുടെ മെമ്മറി പോലെയല്ല എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇവിടെ ഷെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊരു പേഷ്യൻ്റായിരുന്നു, ഒരു 12 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഒരു നോർമൽ സ്റ്റേജിലോട്ട് വന്നതാണ്. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക്. അതിനുശേഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊരു 19 വയസ്സുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് 21 വയസ്സുണ്ട്. ആലോചിക്കണം, 21 വയസ്സ് കഴിയാറായി. അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിലേക്കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ കൂടെ 8ാം ക്ലാസ് തൊട്ട് പഠിച്ച ഒരു ഫ്രണ്ടാണ്. ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല. അവൻ്റെ പേര് ഇവിടെ പറയണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഇത് സോറി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നല്ലൊരു ഫ്രണ്ടാണ്, ഇല്ലാണ്. അവൻ എൻ്റെ കടയിൽ ഒരു ദിവസം കഴിക്കാൻ വന്നു. ഹോട്ടലിൽ, എൻ്റെ വാപ്പ ക്ലിഫിൽ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ അവൻ പറയാം, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നമുക്കറിയുന്ന ഒരു യൂട്യൂബറിനെ കൊണ്ടുവരാം. അപ്പം ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്റ്റായി. അങ്ങനെ യൂട്യൂബറിനെ അവൻ കൊണ്ടുവന്നു. പക്ഷെ എന്നാൽ എനിക്ക് പുള്ളീനെ അറിയത്തില്ല ആരാണ് എന്താണെന്ന്. അങ്ങനെ പുള്ളിയായിട്ട് ഞാൻ തൊട്ട് പരിചയമാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഫ്രണ്ട്ഷിപ്പ്. അന്ന് ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടതും പുള്ളിയും ഞാനും ഏകദേശം ഒരേ സെയിം സ്റ്റൈലുള്ള ആൾക്കാർ, സെയിം ഫാഷൻ ഇഷ്ടപ്പെടുന്ന, സെയിം ഫീൽഡ് അറിയപ്പെടുന്ന ആളാണ്. പിന്നെ ഒരേ ബോണ്ട്, അതായത് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്നെസ് കീപ്പ് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ബി പോസിറ്റീവാണ്. പുള്ളി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെയല്ലായിരിക്കും. കാരണം ഭയങ്കര എനർജി ആയിരിക്കും. പുള്ളി ഒരു പോസിറ്റീവ് വൈബ് ആളാണ്. ഇറ്റ്സ് നെയിം ഈസ്, പുള്ളി പലവർക്കും താഴെയായിരിക്കും, പക്ഷേ എനിക്ക് പുള്ളി മേളിലാണ്. ഈസ് മൈ ഐഡൽ ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ARJ, ആർ അബ്ദുള്ള ജോബ്സ്. കാരണം അത്രയും പുള്ളി എന്നെ ഇൻസ്പയർ ആക്കിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഹാർഡ് വർക്കാണ്. ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുള്ളി തീരുമാനിച്ചാണ് ചെയ്യുന്നത്. പുള്ളിയുടെ ഡെഡിക്കേഷൻ, ഓരോ വീഡിയോസ് ഇറങ്ങുമ്പോഴും ഞാൻ വാച്ച് ചെയ്യും. കാരണം ഈ പുള്ളിയുടെ ഓരോ വീഡിയോസ് എൻഗേജിങ് ആണ്. എവിടെ നമുക്ക് പെട്ടെന്ന് ലാഗ് അടിച്ചിരിക്കില്ല, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിങ് ആണ്. ഞാൻ ഇനി ഫാനായി പോകേണ്ടതെന്നൊന്നും നിങ്ങൾ പറഞ്ഞിടായിരുന്നു, അത് ഒരിക്കലും ഇറ്റ്സ് നോട്ട്. അങ്ങനെ പുള്ളിയെ നോക്കി എനിക്ക് വ്ളോഗ് ചെയ്യാൻ ആദ്യമൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ആദ്യം ബ്ലോഗറല്ലായിരുന്നു, ഉള്ളതെന്നൊക്കെ പറയും. ഞാൻ ആക്ടിങ് ഇഷ്ടപ്പെട്ട് ഡാൻസിങ്, അങ്ങനെ ഡാൻസ് കളിച്ചപ്പോൾ പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. സമ്മതിച്ചു കൊടുക്കുക. കാരണം ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ അതൊക്കെ പോയി. പഴയ ചാനൽ എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം, അത് ഏകദേശം ഒരു 3 ലക്ഷത്തിന് മേളിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. വാച്ച് അവർ കുറവായിരുന്നെങ്കിൽ വ്യൂവേഴ്സ് അത്ര ഉണ്ടായിരുന്നു. 3 lakhs എബോ ഉണ്ടായിരുന്നു. സംഭവം അത്രയും പോയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വീഡിയോസ് കോപ്പിറൈറ്റ് അടിച്ചു. 5 വീഡിയോസ് കോപ്പിറൈറ്റ് അടിച്ചതിൽ 5ാമത് ഇട്ട പോസ്റ്റാണ് കോപ്പിറൈറ്റ് അടിച്ചത്. ബാക്കിയൊന്നിനും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, വാർണിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തത് ഡയറക്റ്റ് കോപ്പിറൈറ്റായി ടെർമിനേറ്റ് ആക്കി കളഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം അപ്ഡേറ്റ് കിടക്കുന്നത്. ഞാൻ എല്ലാ പേജും അല്ലെങ്കിൽ എല്ലാ ഇതും ആപ്പും അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നീട് അറിയാൻ കഴിഞ്ഞത് യൂട്യൂബ് ചാനൽ ഞാൻ വേറൊന്ന് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ പേര് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവമാണ്. ടെർമിനേറ്റായി പോകുമ്പോൾ മാത്രമേ അങ്ങനെ വരൂ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്യുക. യൂട്യൂബിൽ കോപ്പിറൈറ്റ് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. വാർണിംഗ് കിട്ടിയാൽ കുഴപ്പമില്ല, കോപ്പിറൈറ്റ് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ള ആപ്പിൽ നിന്ന് പാട്ട് കയറി യൂട്യൂബിലോട്ട് ഇട്ടരുത്. യൂട്യൂബിന് സ്വന്തമായിട്ടൊരു ഇതുണ്ട്, അത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാറുള്ളൂ. പിന്നെ ബാക്കി നിങ്ങൾ ചെയ്യുന്ന കണക്കിരിക്കും. ലേൺ ബൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ എൻ്റെ ലേൺ ബൈ എക്സ്പീരിയൻസ് എന്നാണ് ഇതൊക്കെ പറയുന്നത്.
പിന്നെ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് കുറേ നാൾ അതിൻ്റെ പിറകെ നടന്നായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റൈഡർ അത് നടത്തിയിട്ടേ പോവും. അങ്ങനെ നടത്തിയൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം, സ്പെഷ്യൽ റൺ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കുന്നു. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി സ്ക്രീൻ പ്ലേ നടത്തിയത് ഞാനാണ്. പക്ഷേ ഡയറക്റ്റ് ചെയ്തതും അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും വേറെ ആൾക്കാരാണ്. സക്രിയ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ കാരണമാണ് അത് നടന്നു കിട്ടിയത്. പിന്നെ എൻ്റെ അനിയനാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യമാണെന്ന്. പിന്നെ ഞാൻ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ബാക്കി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പഠിത്തത്തിനോട് പണ്ട് തൊട്ടേ എനിക്കതിൻ്റെ ഫ്ലോ കിട്ടിയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കും ഞാൻ മണ്ടനാണെന്ന്. ഞാൻ സമ്മതിച്ചു തരും, ഞാൻ മണ്ടനാണ്. അതോടാണല്ലോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങളോട് സംസാരിക്കുക ഇത്ര ധൈര്യത്തോടാ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സപ്ലിയും കാര്യങ്ങളും ഡിഗ്രിക്ക് കിട്ടുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. ഇത്ര നാളത്തെ അങ്ങനെ ഫൈനലി നമ്മൾ അനിൽ സാറിനെ കണ്ടുകിട്ടുകയാണ്. അന്ന് പുള്ളി എനിക്ക് തന്ന സപ്പോർട്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് ഇങ്ങനെ വ്ളോഗ് ചെയ്യണം. കാരണം വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അത് ഞാൻ ലേൺ ചെയ്തെടുത്തു. കാരണം ARJ ഇൻസ്പയർഡ് ബൈ ARJ ഇപ്പോഴും ഞാൻ പറയുകയാണ്. കാരണം എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ പുള്ളി വഴിയാണ് ഞാൻ ആ സ്ലാങ്ങും ആ ഒരു മെത്തേഡും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത അംജദ് സാറും ശ്രീഹരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിടിലുമായിട്ടുള്ള ചെറുകനുണ്ട്. ആ ചെറുകനുകടെയാണ് എന്നെ കുറച്ചുകൂടെ കിടന്ന് ആക്ടിങ് എന്തെന്ന് കിട പഠിപ്പിച്ചിട്ട് തന്നെ. അപ്പോൾ അതിനും ബിഗ് താങ്ക്സ് കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കൂല. ഞങ്ങളെന്നല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് ആരെയും എനിക്ക് മറക്കാക്കൂല. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ലോസ്റ്റ് ആയിപ്പോയി, വിഷയമില്ല. പിന്നെ നമ്മളെ മച്ചാൻ വൈബ് ഉള്ളതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. ഇന്ന് മച്ചാൻ വൈബാണ്. അതൊക്കെ ഒരു വൈബാണ്. പിന്നെ അങ്ങനെ അന്ന് തൊട്ട് മച്ചാൻ വൈബുമായിട്ട് പാർട്ടി നടത്തണമെന്ന് വിചാരിച്ച് ഒരു 1-2 മാസം എങ്ങനെയൊക്കെ പാർട്ടി നടത്താം. എൻ്റെ കയ്യിൽ അന്നൊട്ടും ഫണ്ടൊന്നുമില്ല. സംഭവം എൻ്റെ കയ്യിൽ ഫണ്ടെന്ന് പറഞ്ഞ സാധനമില്ല. അതിനപ്പം ഞാൻ ആലോചിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രാൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു നമ്മുടെ സ്വന്തം നമ്മുടെ വകയിലെ മാമയാണ്. പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് സ്വന്തം മാമയാണ്. അങ്ങനെ സ്വന്തം മാമയെ പോലെയാണ് ഞാൻ ഇങ്ങനെ കണ്ടത്. നമുക്ക് ആൾക്കാരെ നമുക്ക് പലവരെയും അങ്ങനെയൊക്കെ വിചാരിക്കുമായിരിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാവും അവർ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല കണ്ടതെന്ന്. അങ്ങനെ വാപ്പായ വെച്ച് ഞാൻ ഗ്രാൻഡ് റെസിഡൻസിയിൽ പരിപാടി നടത്തി. അന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുകയാണ്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. ആളിനിവിടെ മെൻഷൻ ചെയ്യണമെന്നോ എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആളുടെ സമ്മതമില്ലാതെ, എനിക്കൊരു പെർമിഷൻ ഇല്ലാതെ ഇന്നും അങ്ങനെയാണ്. ഭയങ്കര ബോണ്ടാണ്. പക്ഷേ ആദ്യം കിട്ടിയ ഒരു വൈബ് ഇപ്പോൾ കിട്ടുന്നില്ല. അത് പുള്ളിക്കാരിയുടെ റെസ്റ്റായിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് കിടന്നു ഉറങ്ങും. പിന്നെ എന്നോട് സംസാരിക്കുക ഒരു സമയം കാണത്തില്ല. ആരെന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാതെ ഇരിക്കും. അത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കും എല്ലാം മനസ്സിലാവും. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഗ്രാൻഡിലെ മെയിൻ പ്രൊമോട്ടറായിരുന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയാം. ഞാൻ 4-5 സ്ഥലത്ത് വലിയ പ്രൊമോട്ടറാണ്. കാരണം അവരെ കമ്പനിയിൽ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലത്ത് ഓരോ വ്ളോഗ് പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്മളെ കരുനാഗപ്പള്ളിയിലെ 2 വലിയ വ്ളോഗേഴ്സായിട്ടുള്ള അജ്മൽ അജി, അഫ്സലസ് കായൽപ്പുറം, ഇവർ 2 പേരെ കൂടെ എൻ്റെ വ്ളോഗിൽ കൂടെ കൊണ്ടുവരണം ഒരു ദിവസം. അതാണ് എൻ്റെ ഒരു കുറച്ചുകൂടെ കൂടെ ഒരു ഡ്രീം. പിന്നെ വിത്ത് ARJക്കായിട്ടൊരു വ്ളോഗ് വരുന്നുണ്ട് അടുത്ത്. അത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മൾ അനിൽ സാറ് കിഡിലുമായിട്ടൊരു ട്രിപ്പിൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മരണമാസം വെയിറ്റിംഗ് ആണ്. അതാണ് ആകെ പ്രതീക്ഷ. പല സ്ഥലത്തും ഞാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെന്ന് ഒന്നും നടക്കുന്നില്ല ഗൈസ്. ഇതങ്ങനെ നടത്തിയിട്ട് ഞാൻ പോകും. പിന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ സെൻറ്റർ നമ്മളെ ഇടവയിലോ വർക്കലയിലോ അല്ലെങ്കിൽ പോയിട്ട് കൊല്ലത്തോ എവിടെയെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിൽ തുടങ്ങണം. പിന്നെ അതിനുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ എന്ത് ചെയ്യണം, അതിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ്. അതുകൂടെ ഒരു ആശയമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ലെങ്ത് 14 മിനിറ്റാ. യോ ഗൈസ് ഇറ്റ്സ് മീ റൈഡർ സൽമാൻ. ബൈ ബൈ.